മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജാക്ക് സ്വാഗർ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ജാക്ക് സ്വാഗർ എന്ന് പറയുന്ന റെസ്ലറിനെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാകും. മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേഴ്സ് വിജയിച്ച് അദ്ദേഹം വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള റെസ്ലറാണ്. ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാറ്റി നിർത്തിയാൽ ജാക്ക് സ്വാഗറിൻ്റെ കരിയറിൽ അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ അച്ചീവ്മെൻറ്റുകളൊന്നും അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ആ താരം ഇപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗിൽ നിന്ന് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 2 ദിവസം മുൻപത്തെ ഒരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഈ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് സാധാരണ റെസ്ലേഴ്സ് റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചുള്ള സൂചനകളും അനൗൺസ്മെൻറ്റും നടത്താറുള്ളത്. അതിൽ നിന്ന് വേറിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ് ജാക്ക് സ്വാഗർ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. WWE കരിയറിന് ശേഷം AEW ആയിരുന്നു ജാക്ക് സ്വാഗർ സ്വീകരിച്ച ഒരു റൂട്ട് എന്ന് പറയുന്നത്. അവിടെ ജേക്ക് ഹാഗർ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ക്രിസ്ത്യറിക്കോ എന്ന സൂപ്പർ താരത്തിൻ്റെ കൂടെ ഒരു ഫാക്ഷനിൽ അംഗമായിരുന്നു ജാക്ക് സ്വാഗർ. അവിടെ പറയത്തക്ക വലിയ അച്ചീവ്മെൻറ്റുകളൊന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും AEWയിൽ ആ ഒരു സമയത്ത് വളരെ ആക്റ്റീവായിരുന്നു. അദ്ദേഹം ഒരു തൊപ്പി ധരിച്ചു വരുന്നതും ആ ഒരു സ്റ്റോറിയുമൊക്കെ കാണികൾക്കിടയിൽ ക്ലിക്കായിട്ടുള്ള ഒരു സ്റ്റോറിയായിരുന്നു. അതിനിടയിൽ MMA എന്ന് പറയുന്ന മറ്റൊരു പ്രൊഫഷണൽ ജാക്ക് സ്വാഗർ ഒരു കൈ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും കുഴപ്പമില്ലാത്ത ഒരു കരിയർ അദ്ദേഹത്തിന് ബിൽഡ് ചെയ്ത് എടുക്കാൻ സാധിച്ചു. ജാക്ക് സ്വാഗർ ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത ജോലി എന്താണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രക്കിംഗ് കമ്പനി അമേരിക്കയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവേഴ്സിനെയൊക്കെ വെച്ച് ഓർഡേഴ്സ് എടുത്ത് കൃത്യമായി ഡെലിവർ ചെയ്യുന്ന ഒരു ട്രക്കിംഗ് കമ്പനിയാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത്. ഇനി തൻ്റെ പൂർണ്ണ ശ്രദ്ധ ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗ് റിംഗിൽ നിന്ന് തൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ് ജാക്ക് സ്വാഗർ അവിടെ പങ്കുവെക്കുന്നത്. ജാക്ക് സ്വാഗർ എന്ന മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ ബ്രാൻഡിലെ ആക്റ്റീവ് റെസ്ലേഴ്സ് ആയിരുന്ന കിരൺ ക്രോസും അദ്ദേഹത്തിൻ്റെ മാനേജറായ അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് ഭാര്യയുമായ സ്കാർലറ്റിനെ സംബന്ധിച്ചുള്ള അവരുടെ കോൺട്രാക്റ്റ് അപ്ഡേറ്റ് ആണ്. ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നമുക്ക് അറിയാൻ സാധിച്ചത് കിരൺ ക്രോസിനെയും സ്കാർലറ്റിനെയും WWEയുടെ അലുമിനി സെക്ഷനിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ കിരൺ ക്രോസ്, സ്കാർലറ്റ് തുടങ്ങിയവരുടെ പ്രൊഫൈൽ അലുമിനി സെക്ഷനിലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഇത്ര പ്രത്യേകത ഉള്ളത് എന്ന് പലർക്കും ഒരു സംശയമായിട്ടുണ്ടായിരിക്കാം. WWEയുമായിട്ട് കോൺട്രാക്റ്റ് ഇല്ലാത്ത റെസ്ലേഴ്സ് WWEയിൽ ഒരിക്കൽ വർക്ക് ചെയ്ത് പിന്നീട് കോൺട്രാക്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയാണ് അലുമിനി സെക്ഷനിൽ ഉൾപ്പെടുത്താറുള്ളത്. ആ ഒരു സെക്ഷനിലേക്കാണ് ഇവരുടെ പ്രൊഫൈൽ നിലവിൽ മാറ്റിയിട്ടുള്ളത്. ആക്റ്റീവ് റോസ്റ്റർ ലിസ്റ്റിൽ നിന്ന് ഇവരുടെ പേര് വെട്ടിമാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കോൺട്രാക്റ്റ് WWE പുതുക്കിയിട്ടില്ല. കിരൺ ക്രോസിനും സ്കാർലറ്റിനും ഇവരുടെ കോൺട്രാക്റ്റ് ഏകദേശം ഇന്ന് രാവിലെയോടുകൂടി അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പുതുക്കാത്ത വശം അവർക്കിനി പെട്ടെന്ന് തന്നെ മറ്റൊരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഈ ഒരു അലുമിനി സെക്ഷനിലേക്ക് മാറ്റി എന്നുള്ളൊരു വാർത്ത പുറത്തേക്ക് വന്ന ഉടനെ തന്നെ മറ്റൊരു അപ്ഡേറ്റും സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ട്രൂത്തിനെയൊക്കെ കമ്പനിയിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് തലത്തിൽ പുറത്തേക്ക് വന്ന വാർത്തകളെ പോലെ ക്രോസിനെയും അവർ മാറ്റുന്നു അല്ലെങ്കിൽ പുറത്താക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ പുറത്തേക്ക് വിട്ട് ഒരു സർപ്രൈസ് റിട്ടേൺ ക്രോസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ WWE പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് സത്യമാണോ എന്ന് അറിയില്ല. എന്തായാലും അലുമിനി സെക്ഷനിലേക്ക് ഇവരുടെ പ്രൊഫൈൽ നിലവിൽ മാറ്റിയിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇനിയൊരു സർപ്രൈസ് റിട്ടേൺ ആണ് അവർ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്രോസിന് അതിനുള്ള ഒരു അർഹതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. WWE എന്ന് പറയുന്ന കമ്പനിയുടെ തലവരെ തന്നെ മാറ്റിമറിച്ച സ്റ്റോറിയായിരുന്നു ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത്. നിലവിൽ കമ്പനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ വിധത്തിനുമുള്ള ഒരു പ്രോഫിറ്റ്, അതിന് കാരണക്കാരൻ ഇപ്പോൾ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറി തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ആ സ്റ്റോറി നടന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ കമ്പനി തകർച്ചയുടെ വക്കിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ കമ്പനി ഇപ്പോൾ കാണുന്ന ഒരു രീതിയിലേക്ക് ഒരിക്കലും എത്തില്ല എന്നുള്ളത് നമുക്ക് 101% ഉറപ്പ് പറയാനും സാധിക്കും. അപ്പോൾ ഈ സ്റ്റോറിക്കുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറി ഒരിക്കൽ കൂടി കാണാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായേക്കും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സോളോ സിക്കോവ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കുന്നത് ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന സ്റ്റോറിയുടെ
നിലവിലെ ഒരു തേർഡ് ഇന്നിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. റോ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ പ്രീമിയർ ചെയ്യപ്പെട്ട ആദ്യ എപ്പിസോഡിൽ ഉലാഫാലയ്ക്ക് വേണ്ടി റോമൻ റീൻസും സോളോ സിക്കോവയും ഒരു ട്രൈബൽ കോമ്പാക്റ്റ് മത്സരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് റോമൻ റീൻസ് വിജയിക്കുന്നതും ഉലാഫാല സ്വന്തമാക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ അത് ഈ സ്റ്റോറിയുടെ എൻഡ് അല്ല എന്നുള്ളത് സോളോ സിക്കോവ വളരെ കൃത്യമായിട്ടും വളരെ ക്ലിയർ ആയിട്ടും ഈ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. റോമൻ റീൻസ് ആ ഒരു ഉലാഫാല സ്വന്തമാക്കി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഈ സ്റ്റോറി അവസാനിച്ചിട്ടില്ല. ഈ സ്റ്റോറി ഇനിയും നടക്കും. അതിൻ്റെ ഒരു സാധ്യതകൾ ഇനിയും ഉണ്ട്. പോൾ ഹേമൻ, റോമൻ റീൻസ് തുടങ്ങിയവരെ ചുറ്റിപ്പറ്റി ഈ ഒരു സ്റ്റോറി പിന്നെയും പുനരാരംഭിക്കും എന്നുള്ളതും സോളോ സിക്കോവ ഉറപ്പ് പറയുന്നുണ്ട്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സോളോ സിക്കോവയുടെ ഒരു സർപ്രൈസ് ഒപ്പോണൻ്റായിട്ട് റോ ബ്രാൻഡിലെ സാമി സെയിൻ കയറി വന്നതിന് 2 കാരണങ്ങൾ ഉണ്ടായേക്കാം. അതിൽ ഒന്ന് സാമി സെയിൻ്റെ ഹോം ടൗണിൽ വെച്ച് നടന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഈ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ പിന്നെയും ആരംഭിക്കുന്നതിൻ്റെ ഭാഗം ആയിട്ടായിരിക്കാം എന്നുള്ളൊരു തോന്നൽ കൂടി വരുന്നുണ്ട്. സോളോയുടെ ഈ ഒരു ഇൻ്റർവ്യൂവും സാമിയും സോളോയും തമ്മിലുള്ള മത്സരവും സോളോ സിക്കോവയെ സാമി പിൻ ചെയ്ത് വിജയിച്ച ആ ഒരു മുഹൂർത്തമൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ബ്ലഡ് ലൈൻ്റെ മറ്റൊരു ആംഗിൾ സ്റ്റോറി ലൈൻ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. റോമൻ റീൻസ് ഹോളിവുഡ് തിരക്കുകളിലേക്ക് പൂർണ്ണമായി മാറുന്നതിന് മുൻപ് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ ഒരിക്കൽ കൂടി കാണിച്ച് ബ്ലഡ് ലൈൻ്റെ കൃത്യമായിട്ടുള്ള ഒരു എൻഡ്, ചിലപ്പോൾ ഫൈനൽ ബോസിലെ ദ റോക്ക് ക്യാരക്ടറും റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടറും ആരാണ് യഥാർത്ഥ നായകൻ എന്ന് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു റസൽമേനിയ മെയിൻ ഇവൻറ്റ് വരെ കളിക്കുന്ന രീതിയിലേക്ക് മത്സരം എത്തിച്ച്, ചിലപ്പോൾ സോളോ സിക്കോവയെ വരെ ആഡ് ചെയ്ത ഒരു മത്സരം എത്തിച്ച് സോളോ സിക്കോവയെ നെക്സ്റ്റ് ഒരു കമ്പനിയുടെ ടോപ്പ് ലെവൽ റെസ്ലറാക്കി കാണിച്ച ഒരു സ്റ്റോറി അവസാനിപ്പിച്ചേക്കാം. അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് സോളോ സിക്കോവ ഇൻഡയറക്റ്റായി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് സ്റ്റോറി ലൈനിൽ കാത്തിരിക്കുന്ന കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മറ്റ് അപ്ഡേറ്റ്സിനും കാത്തിരിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.